ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് ടാറ്റയുടെ പഞ്ച് ഏറ്റവും ലോ വേരിയന്റ് ആണ് നോക്കാൻ പോണത്. പ്യുവർ എന്ന് പറഞ്ഞുള്ള വേരിയന്റ് ആണ് നോക്കാൻ പോണത്. ഇതിന്റെ ഫ്രണ്ട് വശത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ റൂഫ് തൊട്ട് തുടങ്ങാം. നമുക്ക് ഇവിടെ ഏരിയയിലില്ലേ ഒരു ചെറിയൊരു റൗണ്ടിലുള്ള ഒരു ചെറിയൊരു സംഭവമാണ് നമുക്ക് മുകളിൽ കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് വശം നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു ടാറ്റയുടെ 3D ലോഗോ കാണാൻ പറ്റും. പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഇരിക്കുന്നത് ഫ്രണ്ട് വശം. പിന്നെ ഇവിടെ ട്രൈയാരോ ഡിസൈൻസിന്റെ ഒരു ഹോള് വന്നിട്ടുണ്ട്, അത് ഡിസൈനാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം പറയാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ആയിരുന്നു. ഇപ്പൊ അതിന്റെ അകത്തൊരു ചെറിയ ബൾബാണ്, യെല്ലോ കളറിലുള്ള ബൾബാണ് വരുന്നത്. പിന്നെ നമുക്ക് താഴത്തേക്ക് ഹെഡ്ലൈറ്റിന്റെ അകത്തേക്ക് വരാണെങ്കിൽ നമുക്ക് ഡുവൽ ഹെഡ് ലാംപ്സ് ആയിരുന്നു, ബ്രൈറ്റും അതുപോലെ ഡിമ്മും വരുന്ന ഹെഡ് ലാംപ്സ് ആയിരുന്നു. ഇത് ഒറ്റ ബൾബിൽ തന്നെയാണ് നമുക്ക് വരുന്നത് ഹെഡ്ലൈറ്റ്. പിന്നെ ഫോഗ് ലാമ്പ് വരുന്നില്ല. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ട്രൈയാരോ ഡിസൈൻസിന്റെ ഗ്രില്ല് കാണാൻ പറ്റും, കണ്ടോ ഫ്രണ്ടില്. അതാണ് നമുക്ക് ഏറ്റവും ബേസ് ഓപ്ഷനിൽ കാണാൻ പറ്റുള്ളൂ. അതായത് സെയിം ഫുൾ ഓപ്ഷന്റെ ബമ്പറൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ആകെ കൂടെ വ്യത്യാസമുള്ളത് ആ ഡേ ടൈം റണ്ണിങ് ലൈറ്റും ഹെഡ് ലൈറ്റിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൈഡ് വശത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീൽ കപ്പ് ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ആകെ 15 ഇഞ്ചിന്റെ വീലാണ്, വീൽ ക്യാപ്സ് ഒന്നുമില്ല. പക്ഷെ ബ്ലാക്ക് റിംസ് ആണ്. അതൊരു സ്പോർട്ടി ലുക്ക് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് വീൽ കപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് കാണുമ്പോൾ തന്നെ. പിന്നെ മിറേഴ്സ് ഒക്കെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സുമ്പോൾ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു ഹൈലൈറ്റ് ഇത് പറയാനുള്ളത്, ഇതിനെ ബേസ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ഡുവൽ എയർ ബാഗ്, ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ബാക്ക് നമ്മൾ ഡോർ തുറക്കുമ്പോൾ നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ പോലെ മുകളിലാണ്, ബീറ്റിന്റെ ഒക്കെ പോലെ തുറക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മിറേഴ്സിനും അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസും ഇതിൽ ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ ഇത് ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് സെന്റർ ലോക്കിംഗ് ഇല്ലേ, സാധാ സെന്റർ ലോക്കിംഗ് ഉള്ളൂ. അതായത് കീട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലോക്കും ഡോർ ലോക്ക് ആവുന്ന രീതിക്ക്. ബ്രേക്ക് ലൈറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ LED ബ്രേക്ക് ലാംപ്സ് കാണാൻ പറ്റില്ല. ടെയിൽ ലൈറ്റ് നമ്മുടെ ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ LED ടെയിൽ ലാംപ്സ് ആണ്, അത് നമുക്ക് ഇല്ല. ബാക്കിൽ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്, മറ്റേ ഡിക്കിയുടെ മുകളിലായിട്ട്. പിന്നെ താഴ്ഭാഗത്തേക്ക് വരാണെങ്കിൽ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്, അവിടെ ഒരു ചെറിയ ഹോളും ഉണ്ട്. അവിടെ നമുക്ക് ട്രൈയാരോ ഡിസൈൻസ് കാണാൻ പറ്റും. ഇത് ബേസ് ഓപ്ഷനിലും നമുക്ക് റിവേഴ്സ് അലാറം ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 366 ലിറ്റർ സ്പേസ് വരുന്ന ഡിക്കിയാണ് വരുന്നത്. അവിടെ ടാറ്റയുടെ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോമിയം ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. താഴെ നമുക്ക് റിഫ്ലക്ടർ കാണാൻ പറ്റും, രണ്ട് സൈഡിലും നമുക്ക് റിഫ്ലക്ടർ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ട്രൈയാരോ ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഒരു പുതിയ ആളെ കാണാൻ പറ്റൂട്ടോ, റൈനോ. അതായത് ഒരു ചില്ലിന്റെ ഒരു ഗ്രാഫിക്സിന് വേണ്ടി ചെയ്തേക്കുന്നതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ലോക്കൽ വോക്കൽ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിനി ഇന്റീരിയർ കാഴ്ചകളിലേക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ ഇതിന്റെ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത്. ഏറ്റവും ബേസ് ഓപ്ഷനിൽ ഫാബ്രിക് സീറ്റാണ്. നമ്മൾ ഡിസൈൻസ് ഒന്നും കാണാൻ പറ്റില്ല. ബാക്കിൽ ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ അല്ല. കണ്ടോ, സീറ്റിനെ പറ്റി നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്, നല്ല കുഷ്യൻ ടൈപ്പാണ്. നമ്മുടെ നട്ടെല്ലാം മൊത്തം കവർ ചെയ്യും. ബാക്ക് സപ്പോർട്ടും നല്ലോണം ഉണ്ട്, തൈ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഡ്രൈവർ ഹെഡ് റെസ്റ്റും അപ്പുറത്തെ ഹെഡ് റെസ്റ്റും കോ ഡ്രൈവർ. നമുക്ക് ഇതിൽ ബേസ് ഓപ്ഷൻ മുതലേ 2 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, എക്കോ സിറ്റി എന്ന് പറഞ്ഞുള്ള ഡ്രൈവ് മോഡ്. നമുക്ക് അടുത്തത് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്റീരിയർ കാഴ്ചകൾ നോക്കാം. ഇതാണ് നമ്മുടെ താഴത്തെ പെഡലുകളുടെ സൈഡിൽ. അവിടെ നല്ലൊരു നമ്മുടെ കാല് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗും നമുക്ക് കൺട്രോൾസ് ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ സെൻറ്ററിൽ മാത്രമാണ് ഒരു ഡിജിറ്റൽ പോർഷൻ വരുന്നുള്ളൂ.
പിന്നെ അടുത്തത് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പഞ്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോറും 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ റിയർ സീറ്റിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഹമ്പില്ല. ഇതിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ചും കൂടെ കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ഈ ഇല ചിഹ്നത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സ്വിച്ച് കാണാം. ഈ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ ജംഗ്ഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ന്യൂട്രിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആവും. പിന്നെ ഒന്ന് ക്ലച്ച് ചവിട്ടിയാൽ വണ്ടി ഓണുള്ളൂ. ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ AC വെൻറ്റുകൾക്ക് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം കാണിച്ചിരിക്കുന്നത് നമുക്ക് ടച്ച് സ്ക്രീൻ കയറ്റാൻ പറ്റിയ വണ്ടിയിൽ ടാറ്റ ഒഫീഷ്യലി അംഗീകരിച്ചുള്ള ടച്ച് സ്ക്രീൻ നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ കയറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി ഇറക്കുമ്പോൾ തന്നെ ബേസ് ഓപ്ഷനിൽ ഇറക്കി ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഇനി വരുന്ന ടാറ്റയുടെ വണ്ടികളിൽ നമ്മുടെ പഞ്ചിലൊക്കെ കാണാൻ പറ്റുന്ന ഇലക്ട്രോണിക് AC ആണ് വരുന്നത്. കണ്ടോ, പണ്ടൊക്കെ മാനുവൽ AC ആയിരുന്നു, 3 നോബുള്ള ഒരു ടൈപ്പ് ഇതായിരുന്നു. ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ AC ആണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് AC പോലെ തോന്നും, പക്ഷെ ഓട്ടോമാറ്റിക് AC അല്ല. അതിനുള്ള സെൻസറുകളില്ല. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ AC. 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ലെതർ വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചാർജ് കുത്താൻ പറ്റും. ഫ്രണ്ടിലും ഉണ്ട് ചാർജിങ് പോർട്ട്. ഇതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക്. ഇവിടെ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാണാൻ പറ്റില്ല. നമുക്ക് സാധാ ഒരു നോർമൽ മിറേഴ്സ് ആണ് വരുന്നത്. പിന്നെ വലിയ ഗ്ലോ ബോക്സും വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും വരുന്നില്ല, കൂൾഡ് ഗ്ലോ ബോക്സും അല്ല. പിന്നെ നമുക്ക് അടുത്തത് ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സൈഡിലും വൈറ്റ് ഫിനിഷ് ടോൺ വരുന്നുണ്ട്. മിറേഴ്സ് ഒന്നും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ അല്ല, നമ്മൾ മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു പെഡൽ വരുന്നുണ്ട്, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനും ലോക്ക് ആക്കാനുള്ളത്. പിന്നെ സ്പീക്കർ വെക്കാനുള്ള ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. നമുക്ക് 4 ഡോറിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഡുവൽ ടോൺ ഡോർസ് ആണ് വരുന്നത്. വൈറ്റ് ടോണും ഒരു ബ്ലാക്കിഷ് ടോണും വരുന്നുണ്ട് നമുക്ക് അതിൽ. നല്ല പിന്നെ നമുക്കൊരു അംബ്രല്ല ഹോൾഡർ ഉണ്ട്, വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഹോളും ഇത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ബാക്ക് ഡോർ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെയും പിയാനോ ഫിനിഷുള്ള ബ്ലാക്ക് ഒരു പെഡൽ കാണാം, താഴത്തെ റോളർ കാണാം, വൈറ്റ് സ്റ്റോണുള്ള ഒരു ഡുവൽ ടോൺ ഡോറും കാണാൻ പറ്റും. ബാക്കിലെ ഡോറ് പവർ വിൻഡോ ആക്കണമെന്നില്ല, ഇപ്പോഴത്തെ രീതിക്ക് ആരും യൂസ് ചെയ്യാറില്ല. ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ചെറിയ പിള്ളേരുടെ സീറ്റ് ഐസോഫിക്സ് ഉണ്ട്. ഇതിൽ ചെറിയ പിള്ളേരുടെ സീറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഹോളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിലേക്ക് ഫിക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഒരു കംഫർട്ടബിൾ സോണാണ്. ഇതിൽ നമുക്ക് 4 സ്റ്റാർ സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഗ് റൂം, നമുക്കിതാണ് ലെഗ് റൂം കാണിച്ചിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റുള്ള പേഴ്സണാണ്. എനിക്കും സിമ്പിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലേ, ഒരു രീതിക്ക് നമുക്ക് പ്രശ്നം വരുന്നില്ല ഇരിക്കുമ്പോൾ. അടുത്ത് നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 366 ലിറ്റർ സ്പേസ് ആണ് വരുന്നത്. അതിൽ നമുക്കൊരു ടയറിൽ എയർ അടിക്കാനുള്ള കംപ്രസർ, ചെറിയൊരു കംപ്രസറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പഞ്ച് പ്യൂർ എന്ന് പറഞ്ഞുള്ള ബേസ് ഓപ്ഷൻ്റെ ഒക്ടോബർ മാസത്തെ ഓൺ ദ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 6,40,40,000 രൂപയാണ്. ഇതിൽ നമുക്ക് 90% ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഫൈലിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓൺ ദ റോഡ് ഫണ്ടിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 1.5 മാസത്തിൻ്റെ ഉള്ളിൽ തൊട്ട് ഡെലിവറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ബുക്കിംഗ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ തന്നെ.